കേരള ചരിത്രത്തിൽ ആദിവാസി സമൂഹത്തിനെതിരെ നടന്ന ഏറ്റവും ക്രൂരമായ നരനായാട്ടിന്റെ കഥ പറയുന്ന നരിവേട്ട എന്ന ചിത്രം തിയേറ്ററുകളിൽ വിജയം നേടുമ്പോൾ ഒരു ജനത നേരിട്ട അതിക്രൂരതകളെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാവുകയാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ചർച്ചകളാണ് വരുന്നതെങ്കിലും ഇന്നും അത് സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, നിങ്ങൾ കണ്ട നരിവേട്ടയിലെ നിന്ന് സമാനമായ പല പ്രശ്നങ്ങളും ഇന്നും ആദിവാസി സമൂഹം നേരിടുന്നുണ്ട്. ആദിവാസി ജനതയുടെ തീരാത്ത ദുരിതവും അവരുടെ സമരങ്ങളോടുള്ള അവഗണനയും അടിച്ചമർത്തലുകളും ഭൂതകാല സംഭവങ്ങൾ മാത്രമല്ല, മരിച്ചാൽ ശവമടക്കാൻ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി ഇന്നും ആദിവാസികൾ നമുക്കിടയിൽ സമരം ചെയ്യുകയാണ്. ഈ നിമിഷം മലപ്പുറം കളക്ട്രേറ്റിന് മുന്നിൽ പോയാൽ അങ്ങനെ ഒരു സമരം നിങ്ങൾക്ക് കാണാനാകും. വാക്കു പാലിക്കേണ്ടത് ജനാധിപത്യ മര്യാദയാണെന്ന് സർക്കാരിനെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് നിലമ്പൂരിലെ ആദിവാസി ജനത. വർഷങ്ങൾ നീണ്ട പലതരത്തിലുള്ള സമരങ്ങളുടെ വാക്കിൽ മാത്രം ഒതുങ്ങിയ വാഗ്ദാനങ്ങളുടെ തീരാത്ത അവഗണനയുടെ വംശീയമായ അധിക്ഷേപത്തിന്റെ ഒറ്റപ്പെടുത്തലിന്റെ വിവേചനത്തിന്റെ കഥ പറയാനുണ്ട് സമരത്തിനിരിക്കുന്ന ആ 60 കുടുംബങ്ങൾക്ക്. സ്വന്തമെന്ന് പറയാൻ ഒരു തുണ്ടു ഭൂമിയില്ലാത്ത പുറംപോക്കുകളിൽ താൽക്കാലികമായി കെട്ടിയുയർത്തിയ ഷെഡുകളിൽ കഴിയുന്നവരാണ് ഇവരിൽ അധികവും. വെള്ളത്തിന് പോലും കിലോമീറ്ററുകൾ താണ്ടി പോകേണ്ട അവസ്ഥ. സമരമിരുന്നെങ്കിലും ചവിട്ടി നിൽക്കാൻ ഭൂമി സ്വന്തമാക്കുകയല്ലാതെ ഞങ്ങൾക്ക് മുൻപിൽ എന്താണ് ഒരു വഴി എന്നാണ് സമരപ്പന്തലിലിരുന്നവർ ചോദിക്കുന്നത്. ജീവിക്കാൻ വേണ്ടിയുള്ള ഇവരുടെ മുറവിളി ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ആദിവാസികളുടെ നഷ്ടപ്പെട്ടതും അന്യാധീനപ്പെട്ടതുമായ കൃഷിഭൂമി തിരിച്ചു നൽകണമെന്ന സുപ്രീം കോടതി വിധിയെ മുൻനിർത്തിയാണ് ഇന്ത്യയിലെ മറ്റു പലയിടങ്ങളിലെയും പോലെ നിലമ്പൂരിലെയും ആദിവാസി ജനത സമരത്തിനിറങ്ങുന്നത്. 2009 സുപ്രീം കോടതിയുടെ വിധി വന്നെങ്കിലും 2018 നിലമ്പൂരിലെ സമരം ആരംഭിക്കുന്നത്. കാടിനകത്തായിരുന്നു ഈ സമരത്തിന്റെ തുടക്കം. സർക്കാർ ഭൂമി നൽകാമെന്ന് അന്ന് ഉറപ്പ് നൽകി. ഇടതുപക്ഷ സർക്കാരിന്റെ വാക്കിൽ വിശ്വസിച്ച് സമരക്കാർ തിരിച്ചുപോയി. എന്നാൽ രണ്ടാം തവണ അധികാരത്തിലെത്തിയിട്ടും നിലമ്പൂരിലെ ആദിവാസി ജനതയെ പാവപ്പെട്ടവനൊപ്പം നിൽക്കുന്നവർ എന്ന് അവകാശപ്പെടുന്ന സർക്കാർ കണ്ടില്ല. കാത്തിരുന്നാൽ മാത്രം എല്ലാം ശരിയാകില്ലെന്ന് ബോധ്യപ്പെട്ടതിനാൽ ആ ജനത സമരത്തിനിറങ്ങി. 2023 മെയ് 10 നിലമ്പൂർ ITDPക്ക് മുൻപിൽ ഭൂസമരം ആരംഭിച്ചു. നിരാഹാരം എന്ന മാർഗം കൂടി ഇത്തവണ സമരത്തിൽ ആദിവാസി ജനതയ്ക്ക് സ്വീകരിക്കേണ്ടി വന്നു. സമര നേതാക്കളിൽ ഒരാളായ ബിന്ദു വൈലാശ്ശേരിയുടെ നിരാഹാര സമരം നേതാക്കളുടെ കണ്ണുകളിലെത്താൻ എടുത്തത് ആഴ്ചകളോ മാസങ്ങളോ അല്ല, ഒരു വർഷത്തോളമാണ്. സ്വന്തം ആവശ്യത്തിനല്ല അവർ നിരാഹാരം കിടന്നത്. അവർക്ക് കയറിക്കിടക്കാൻ ഇടമുണ്ടായിരുന്നു. എന്നാൽ കൂടെയുള്ളവർക്ക് അതില്ലാത്തതിനാലാണ് അവർക്ക് വേണ്ടി 314 ദിവസത്തോളം ബിന്ദു നിരാഹാരം കിടന്നത്. ബിന്ദുവിന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്നാണ് കളക്ടർ സമരക്കാരോട് ചർച്ചയ്ക്കെത്തുന്നത്. 2024 മാർച്ച് 18 ഇത്. ഈ ചർച്ചയിൽ ഓരോ കുടുംബത്തിനും 50 സെന്റ് ഭൂമി വീതം 2024 ഡിസംബർ 31 മുൻപായി നൽകണമെന്ന് തീരുമാനവുമുണ്ടായി. ബന്ധപ്പെട്ട ഓഫീസുകൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങളും നൽകി. രേഖാമൂലമുള്ള ഉറപ്പ് ലഭിച്ചതോടെ വൈകാതെ തന്നെ സ്വന്തമായി ഭൂമി ഉണ്ടാകുമെന്ന് ആ സമരത്തിരുന്ന ഓരോരുത്തരും സ്വപ്നം കണ്ടു. തങ്ങൾ നേരിടേണ്ടി വന്ന ദുരിതങ്ങൾ വരും തലമുറയ്ക്ക് സഹിക്കേണ്ടി വരില്ലെന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ 2024 അവസാനിച്ചിട്ടും 2025 തുടങ്ങിയിട്ടും ഒന്നും സംഭവിച്ചില്ല. മെയ് മാസത്തിൽ അവർ വീണ്ടും കളക്ടറെ കാണാനായി ചെന്നു. പക്ഷേ 2 മാസം കൂടി സമയം കൂടി വേണമെന്ന് മാത്രമായിരുന്നു മറുപടി ലഭിക്കുന്നത്. ഇതിനിടെ സമരം ഇരുന്ന 60 കുടുംബങ്ങളിൽ ചിലർ ഭൂമിക്ക് അർഹരല്ലെന്നും പലരുടെയും രേഖകൾ പൂർണ്ണമല്ലെന്ന വാദങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. അന്ന് ഭൂമി നൽകുമെന്ന് പറഞ്ഞതിനു ശേഷം എന്തെല്ലാം രേഖകൾ ഹാജരാക്കണം എന്നതിനെക്കുറിച്ച് തങ്ങളോട് ആരും പറഞ്ഞില്ലെന്ന് സമരക്കാർ തന്നെ പറയുന്നുണ്ട്. കളക്ടറുമായുള്ള ചർച്ച പരാജയപ്പെട്ട് നിരാശരായാണ് നിലമ്പൂരിലെ ആദിവാസി ജനത മടങ്ങിയത്. മരണമല്ലാതെ മറ്റൊന്നും കൺമുന്നിൽ ഇല്ലെന്ന സ്ഥിതിയോളം എത്തിയപ്പോൾ നിരാഹാരത്തിനപ്പുറം എന്താണ് തങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്ന ചിന്തയ്ക്കൊടുവിൽ അവകാശങ്ങൾക്കായി പോരാടുകയല്ലാതെ മറ്റൊരു മാർഗവും മുന്നിലില്ലെന്നവർ വീണ്ടും തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് വീണ്ടും നിലമ്പൂരിലെ ആദിവാസി സമൂഹം സമരത്തിനായി ഇറങ്ങിയിരിക്കുന്നത്. ഭൂമിയുമായല്ലാതെ തിരിച്ചു കയറില്ല എന്നത് തന്നെയാണ് അവരുടെ തീരുമാനം. വീണ്ടും ഒരു മുത്തങ്ങ ആവർത്തിക്കപ്പെട്ടാലും ഭീഷണികൾക്കും കള്ള വാഗ്ദാനങ്ങൾക്കും മുൻപിൽ അവർ ഇനി പിന്തിരിയില്ല. അത് തീർച്ചപ്പെടുത്തിയ ശേഷം തന്നെയാണ് അവർ ഈ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്.